സ്നേഹമുള്ളവരെ, മാതൃഹോം ധ്യാന കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്നേഹപൂർവമായ ആശംസകൾ ഞാൻ പങ്കുവെക്കുകയാണ്. ലോകത്തെമ്പാടും ഈ വചനം കേൾക്കുന്നവരെയും എന്നോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരുടെ ജീവിതത്തിൽ ദൈവം ധാരാളമായ കൃപകൾ വർഷിക്കട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ചിന്തിച്ച കാരുണ്യ പ്രവർത്തികളിലെ പുണ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചിന്ത ഇത്തിരി വിശദമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കാരുണ്യ പ്രവർത്തികളുടെ നമസ്കാരം പഠിച്ചു വരുമ്പോൾ നമ്മൾ അന്ന് പഠിച്ചൊരു നമസ്കാരമാണ് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണം എന്ന് പറയുന്നത്. ഇത് വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ എന്തോ കുറവുള്ള ആളുകൾക്ക് പങ്കുവെക്കുന്ന ഒരു ഹൃദയപൂർവമായ ഔദാര്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമായി അതിനെ ചിലപ്പോൾ നമ്മൾ ചുരുക്കിക്കളയാറുണ്ട്. അതായത്, നല്ല വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കുക, തീരെ വസ്ത്രമില്ലാത്തവർക്ക് കുറച്ചുകൂടി സമൃദ്ധമായി വസ്ത്രം കൊടുക്കാൻ സാധിക്കുക എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതിന് 3 തലങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരും. നമുക്കറിയാം, ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് വസ്ത്രമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് പാപത്തിലുള്ള അവസ്ഥയാണ്. ഏദൻ തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കന്മാർ നഗ്നരായിരുന്നു എന്ന് സ്വയം തിരിച്ചറിയുന്നത് അവർ പാപത്തിലായപ്പെടാം. ആ പാപത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്ന വ്യക്തികൾക്ക് ദൈവികമായ വസ്ത്രം കൊടുക്കാൻ സാധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാമോദീസയിൽ വെള്ള വസ്ത്രം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്, വെള്ള വസ്ത്രം ധരിപ്പിക്കുന്ന ചടങ്ങുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന കുഞ്ഞിന് പുതിയൊരു വസ്ത്രം കൊടുത്ത് വിശുദ്ധിയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നതാണ്. ധൂർത്തപുത്രൻ അകന്നകന്ന് പോയപ്പോൾ അവൻ പാപത്തിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ അപ്പൻ അവന് വേണ്ടി മേൽത്തരം വസ്ത്രം ഒരുക്കി കൊടുക്കുകയാണ്. അതായത് വിശുദ്ധിയിലേക്ക് അവനെ പിടിച്ചുയർത്തുക. അപ്പോൾ വസ്ത്രം കൊടുക്കുക എന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, ഈ സമൂഹത്തിൽ വിശുദ്ധിയുടെ വസ്ത്രങ്ങൾ നമ്മൾ കൊടുക്കണം. വിശുദ്ധിയുടെ വസ്ത്രങ്ങൾ. ഇത് നമുക്കറിയാം, പല ആളുകളും പാപത്തിലും പാപകരമായ തിന്മകളിലും പാപകരമായ ദുശ്ശീലങ്ങളിലും പെട്ട് കിടക്കുകയാണ്. അവരത്ര മുഷിഞ്ഞു നാറിയ വസ്ത്രവുമായി ജീവിക്കുന്നതെന്ന് പലപ്പോഴും ബോധം പോലുമില്ല. ധ്യാനത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ പാപബോധം പോലുമില്ലാതെ ജീവിച്ചു പോകുന്ന തലമുറയാണ്. അവരുടെ മനസ്സിലേക്ക് ഇത് തെറ്റാണ്, ഈ വഴികൾ ശരിയല്ല, നീ ഈ വഴികൾ ഉപേക്ഷിക്കണം, നീ വിശുദ്ധിയുടെ വസ്ത്രത്തിലേക്ക് തിരിച്ചു വരണം, ധരിക്കണം എന്നൊക്കെ
പ്രത്യേകമായി ഓർമ്മിപ്പിക്കേണ്ട ഒരു ദൗത്യം കൂടെ ഈ കൽപ്പനയിൽ ദൈവം നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞു വെച്ചത്, പാപത്താൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ, ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം നിങ്ങൾ ധരിക്കുവിൻ എന്ന് പറഞ്ഞു വെക്കുന്നത്. അതായത് വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിലേക്കുള്ള നടപ്പാണ്. നമ്മുടെ സമൂഹത്തിൽ ചില ആളുകളൊക്കെ തിന്മകളിലും ദുശ്ശീലങ്ങളിലും പെട്ട് കിടക്കുമ്പോൾ അവരെയൊക്കെ വിശുദ്ധിയിലേക്ക് കൂട്ടിക്കൊണ്ടു വരുവാനുള്ള ദൗത്യം നമുക്കുണ്ട്. അത് നമ്മുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം, സ്നേഹപ്രകടനങ്ങളെ കൊണ്ടായിരിക്കാം, നല്ല വാക്കുകൾ കൊണ്ടായിരിക്കാം. അവരെല്ലാം നമ്മൾ വിശുദ്ധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അല്ലാതെ നശിച്ചു പൊക്കോട്ടെ, അവർ തീർന്നു പൊക്കോട്ടെ, അവരെങ്ങനെയും നശിച്ചോട്ടെ എന്ന് ചിന്തിക്കല്ല. മറിച്ച് നമുക്ക് എങ്ങനെയൊക്കെ അവർക്ക് രക്ഷ കൊടുക്കാം, അവർക്ക് എങ്ങനെ വിശുദ്ധിയിലേക്ക് അവരെ കൊണ്ടുവരാം എന്ന് ചിന്തിക്കാനും കൂടെ ഈ സംഭവം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അതായത് പാപത്തിൻ്റെ വഴികളിൽ നിന്നും വിശുദ്ധിയുടെ വസ്ത്രത്തിലേക്ക് അവരെ ധരിപ്പിക്കണം. നമുക്കറിയാം, മർക്കോസ് സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ ഗരസേനരുടെ നാട്ടിലേക്ക് ഇരുന്ന കർത്താവ് അവിടെ പിശാച് ബാധനെ കാണുകയാണ്. യേശുവിൻ്റെ സ്പർശനം കൊണ്ടും യേശുവിൻ്റെ പ്രാർത്ഥന കൊണ്ടും അവൻ സുഖം പ്രാപിച്ചു. ആ മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 15-ാം വചനത്തെ കുറിച്ച് വെക്കുന്നത് അവൻ വസ്ത്രം ധരിച്ച് സുബോധമുള്ളവനായി നിന്നിരുന്നു എന്നാണ്. അതിനു മുമ്പ് അവൻ വസ്ത്രം ധരിക്കാറില്ലാഞ്ഞു. പാപത്തിലാകുന്ന വ്യക്തിക്ക് വസ്ത്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറും. പക്ഷെ ഇന്ന് അവൻ ദൈവസ്പർശനം ഏൽക്കുമ്പോൾ അവൻ വസ്ത്രം ധരിച്ചു, അവൻ സുബോധത്തിലേക്ക് വന്നു. അതുകൊണ്ട് സുബോധത്തിലേക്കുള്ള തീർത്ഥയാത്രയാണ് ഈ വസ്ത്രത്തിൻ്റെ ധാരണത്തിലൂടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളെയും വിശുദ്ധിയുടെ തീരങ്ങളിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന, കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു വലിയ ശുശ്രൂഷയിലും കൂടെ ഭാഗവാക്കാകണം എന്ന് ഈ സുവിശേഷ ഭാഗ്യങ്ങൾ നമ്മളെ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നുണ്ട്. ചക്ക അതെടുത്ത് കഴിച്ചേ. പിന്നെ പപ്പ, ഞാൻ പറഞ്ഞ ഡ്രസ് എനിക്ക് വേണം. അതിനൊത്തിരി വിലയാവൂടാ. അതൊന്നും പറഞ്ഞാ പറ്റില്ല, എനിക്കത് വേണം. എന്താ കുട്ട ഇങ്ങനെ? നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? പപ്പ ചീത്തയാ. ഞാൻ പറഞ്ഞ ഡ്രസ് പപ്പ മേടിച്ചു തന്നില്ലല്ലോ. അയ്യേ, കുട്ടന് നല്ല ഡ്രസ്സല്ലേ പപ്പ വാങ്ങി തന്നത്, പിന്നെന്താ? എനിക്കിഷ്ടമല്ല ഇത്. മോനു സിംഗ് വന്നേ. കുട്ടാ, മോൻ പറഞ്ഞ ഡ്രസ്സിന് ഒത്തിരി വിലയാകും. പപ്പയുടെ പൈസ ഇല്ലാഞ്ഞിട്ടല്ല. മോന്റെ ബർത്ത്ഡേക്ക് മോൻ ആ ഡ്രസ്സിട്ട നല്ലത് തന്നെയാ. കുട്ടാ, ഈ ലോകത്ത് ഒത്തിരി ആളുകൾ ഡ്രസ്സ് മേടിക്കാൻ കാശില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ഇത് കണ്ടോ, മോന്റെ ബർത്ത്ഡേ ആയിട്ട് പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പപ്പ വാങ്ങിച്ച ഡ്രസ്സുകളാ.
മോന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ശരിക്കും ഇവിടെ അല്ല മോനെ, കോളനിയില, ആ പാവങ്ങൾക്കൊപ്പം. നമുക്ക് ഉച്ച കഴിഞ്ഞ് പോവാം. മോൻ വേണം എല്ലാവർക്കും ഡ്രസ്സ് കൊടുക്കാൻ. പപ്പാ, എന്റെ മോന് ഷർട്ട് ഇഷ്ടമായോ? നല്ലതാ പപ്പാ. അവനെ വിളിച്ചേ, നമുക്ക് പോണ്ടേ? മോനെ വാ, നമുക്ക് പോവാം. പപ്പ വണ്ടി ഒന്ന് നിർത്തിക്കേ. എന്തിനാടാ? പപ്പ നിർത്ത്. എന്തിനാ പപ്പു? നിർത്താം നിർത്താം. വണ്ടി പുറകോട്ട് എടുക്ക്. എന്ത് കഷ്ടം. എന്താടാ? എടുക്ക് പപ്പാ. നീ എന്തിനാന്ന് പറ. എന്തിനാ? ഇന്ന് ഇവന്റെ ബർത്ത്ഡേ, അതാ ഈ സമ്മാനം. ഇന്ന് എന്റെ മോളുടെയും പിറന്നാളാ. ഹാപ്പി ബർത്ത്ഡേ മോളെ. ശരി. പ്രിയപ്പെട്ടവരെ, വസ്ത്രം കൊടുക്കണം എന്ന് പറയുന്നതിന് രണ്ടാമത്തെ അർത്ഥം എന്താ? അത് അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്ന ഒരു മാനസിക ബലമാണ്, മനസ്സിന് കൊടുക്കുന്ന ഒരു ഉണർവാണ്. നമുക്കറിയാം, വസ്ത്രമില്ലാതെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവനെ തോൽപ്പിക്കുകയാണ്. മറിച്ച് വസ്ത്രം കൊടുക്കുമ്പോൾ ജീവിതത്തിന് അർത്ഥവും ബലവും കൊടുക്കുക. നമ്മുടെ മലയാളക്കരയിൽ വിവാഹത്തിനൊക്കെ പറയുന്ന വാക്കുകളൊന്ന് പുടവ കൊടുക്കുക എന്നാണ്. ഒരു വസ്ത്രം താളത്തിൽ വെച്ച് കൊടുക്കുന്നു. ക്രിസ്തീയ ആചാരത്തിൽ ചിലപ്പോൾ തലയെക്കൂടെ ഇട്ട് കൊടുക്കുന്ന മന്ത്രകോടിയായിരിക്കാം. ആ വസ്ത്രം കൊടുക്കുമ്പോൾ എന്താ കൊടുക്കുന്നത്? ഒരു ജീവിതം കൊടുക്കുക, ഒരു ജീവിതത്തിന് അർത്ഥം കൊടുക്കുകയാണ്, ഒരു ബലം കൊടുക്കുകയാണ്. അതുകൊണ്ട് ഓർക്കണം, ചിലരുടെ ജീവിതങ്ങൾക്ക് മനസ്സിലൊരു സുഖവും ഇല്ല, മനസ്സിലൊരു സന്തോഷവും ഇല്ല, ആകെ നിരാശയും ദുഃഖമായിരിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിന് കൊടുക്കേണ്ട ഒരു ബലത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കണം. അത് വസ്ത്രം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാനസികമായ പിന്തുണ കൊടുക്കുക എന്നും കൂടെ അർത്ഥമുണ്ട്. നമുക്കറിയാം, എല്ലാ യുദ്ധമുറകളിലും, പ്രത്യേകിച്ച് പ്രാകൃതമായ യുദ്ധമുറകളിലൊക്കെ യുദ്ധം ചെയ്തു പോകുന്ന ആൾക്കാർ പലപ്പോഴും എതിരാളികളെ വസ്ത്രാക്ഷേപം ചെയ്യും. നമ്മൾ കേട്ടു, ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂര് കറുത്ത വർഗക്കാരനായ ഒരു നൈജീരിയക്കാരൻ, അവർ വണ്ടി ഓടിച്ചു പോയ തദ്ദേശവാസികളായി ആരോ ഇടിച്ചു മുട്ടി, ഒരാൾ കൊല്ലപ്പെട്ടു. ആ മനുഷ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം അതിലെ ബൈക്കിൽ പോവുകയായിരുന്ന കറുത്ത വർഗക്കാരായ ഒരു പെൺകുട്ടി ആൺകുട്ടിയെയും കൂടെ നാട്ടുകാർ തടഞ്ഞു പിടിച്ചു. വേറൊരു നാട്ടിൽ നിന്ന് വന്ന ഈ കറുത്ത വർഗക്കാരൻ പീഡിപ്പിക്കപ്പെടുക. അവരെ എങ്ങനെയാണ് അവർ അധിക്ഷേപിച്ചത്? വസ്ത്രം വലിച്ചു കയറി. ഒരു പെൺകുട്ടിയെ വസ്ത്രം വലിച്ചു കയറിയിട്ട് അവളെ നഗ്നിയാക്കി നടത്തി നോക്കിയാണ് നമ്മൾ കേൾക്കുന്നത്.
അത് വസ്ത്രം നശിപ്പിക്കുമ്പോൾ അവനെ അവഹേളിക്കുകയാണ്, അവനെ ഒറ്റപ്പെടുത്തുകയാണ്, അവൻ്റെ ധാർമ്മികമായ ഇച്ഛാശക്തിയെ തോൽപ്പിച്ച് കളയുക. വസ്ത്രം പറിച്ചു കളയുക എന്ന് പറഞ്ഞാൽ അവനെ തോൽപ്പിച്ചു എന്നാണ്. അതുകൊണ്ടാണ് കുരിശിൻ്റെ ഇവിടെ 10ാം സ്ഥലത്തെത്തുമ്പോൾ യേശുവിൻ്റെ വസ്ത്രം അവർ ഉരിഞ്ഞെടുത്തത്. അത് മാനസികമായി ഏറ്റവും വലിയ പരാജയത്തിലേക്ക് എത്തിക്കുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ മാനസികമായി പീഡിപ്പിക്കപ്പെടുകയും തകർന്നു പോവുകയും ജീവിക്കാൻ അർത്ഥമില്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന എത്രയോ പേർക്ക് നമ്മുടെ പ്രോത്സാഹനം കൊണ്ടും നമ്മുടെ വാക്കുകൊണ്ടും ഒക്കെ നമുക്ക് ജീവിതം കൊടുക്കാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ ഇത് നമ്മുടെയൊക്കെ നാട്ടിൽ തികച്ചും പ്രത്യേക സാഹചര്യങ്ങളിൽ കുഞ്ഞുനാളുകളിലൊക്കെ പീഡിപ്പിക്കപ്പെടുകയും കൗമാര കാലഘട്ടങ്ങൾ ദുരുപയോഗിക്കപ്പെടുകയും അല്ലെങ്കിൽ യൗവന കാലഘട്ടങ്ങളിൽ പ്രാകൃതമായ തിന്മകളിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികളെ കുറിച്ച് നമുക്കറിയാം. റേപ്പ് ചെയ്യപ്പെടുന്ന പെൺകുട്ടി, ബലാത്സംഗം ചെയ്യപ്പെടുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയുടെയൊക്കെ ജീവിതം അതോടങ്ങ് തീർന്നു പോകേണ്ടതല്ല. നമുക്ക് എത്രയോ പേർക്ക് അവരോട് സഹതപിക്കാനും അവർക്ക് സപ്പോർട്ട് കൊടുക്കാനും, സാരമില്ല കുട്ടി, നിനക്ക് ഇനിയും ജീവിക്കാനാവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണ്ടേ? അതുകൊണ്ട് ആ ഒരു സംഭവത്തിലൂടെ എൻ്റെ എല്ലാം തീർന്നു, ഇനി ഞാൻ ചാകാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്ന പരിദേവനങ്ങളുടെ കാലഘട്ടമായത് അല്ല. ശരീരത്തിൻ്റെ ബലം മനസ്സിൻ്റെ ബലവും കൂടിയാണ്. ഇത് പങ്കുവെച്ചു കൊടുക്കാൻ സാധിക്കും. ഇന്ന് പ്രത്യേകിച്ച് പീഡിക്കപ്പെടുന്ന അനവധി ആളുകൾക്ക് പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ചില പെട്ടുപോയി കാണും. അവരൊക്കെ എന്നും നശിച്ചും എന്നും പീഡിപ്പിക്കപ്പെട്ടും എന്നും അങ്ങനെ കഴിയുന്നില്ല. മനസ്സ് നമ്മളെപ്പോലെ കുറേ ആളുകൾ സാരമില്ല, കുഴപ്പമില്ല, ഞങ്ങളുണ്ട്, നിനക്ക് ജീവിതമുണ്ട് എന്നൊക്കെ പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു മാനസികമായ ഉണർവും കൂടെ കൊടുക്കണം. അപ്പോൾ വസ്ത്രം കൊടുക്കുക എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ അർത്ഥം മാനസികമായ ഉണർവ് കൊടുക്കുക എന്നുകൂടെയാണ്. മൂന്നാമത്തെ അർത്ഥം പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഏറ്റവും നിഹിതമായ അർത്ഥത്തിൽ അത് സാമൂഹ്യപരമായ സഹായം തന്നെയാണ്. നമുക്കറിയാം, വസ്ത്രമില്ല എന്ന് പറയുന്നത് വസ്ത്രത്തിൻ്റെ കുറവുള്ള എത്രയോ പേര്, അവരെയൊക്കെ സഹായിക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ ആഫ്രിക്കയിലെ സുഡാൻ എന്ന രാജ്യത്ത് പോയിട്ടുണ്ട്. അവിടെ ഏറ്റവും ദരിദ്രമായ ഒരു മൂലയിൽ വാവ് എന്നൊരു നഗരത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ കണ്ടത്, അവിടെ ആണുങ്ങൾക്ക് ആർക്കും തന്നെ ഒരു ചെറിയ നിക്കറല്ലാതെ മേൽക്കുപ്പായങ്ങളൊന്നുമില്ല. ഒരു വലിയ നിക്കറൊക്കെ ഇട്ടാണ് പുരുഷർക്ക്, ചെറിയ കുട്ടികൾക്ക് അതുപോലുമില്ല. സ്ത്രീകൾക്ക് പോലും അരയ്ക്ക് മുകളിൽ വസ്ത്രങ്ങളില്ലാത്ത എത്രയോ പ്രദേശങ്ങളുണ്ട് അവിടെ. ദാരിദ്ര്യം, കഷ്ടപ്പാട്, ഇല്ലായ്മയുടെ അവസ്ഥ. ആരെങ്കിലുമൊക്കെ കൊടുക്കുന്ന, എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന, എവിടുന്നെങ്കിലും UN കൊണ്ടുപോയി കൊടുക്കുന്ന പഴയ തുണികളിൽ പൊതിഞ്ഞാണ് ഇന്നും അവർ ശരീരം സൂക്ഷിക്കുന്നത്. ശരിക്ക് വസ്ത്രമില്ലാത്തതിൻ്റെ വിഷമം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് ഓർക്കണം, നമുക്കൊക്കെ നമ്മുടെ ഭവനങ്ങളിലും കുടുംബങ്ങളിലും എത്രയോ വസ്ത്രമുണ്ട്. ചിലപ്പോഴൊക്കെ ചിലരുടെയൊക്കെ വീടുകൾ സന്ദർശിക്കുമ്പോൾ ഷെൽഫുകൾ കാണുമ്പോൾ അത്ഭുതം തോന്നും. 60 സാരി, 70 ചുരിദാർ, 40 ടീഷർട്ട്, 100 ഷർട്ട് എന്നൊക്കെ പറയുന്ന അവസ്ഥ. ചിലപ്പോൾ ഏറ്റവും ദരിദ്രമായ ആളെന്ന് പറഞ്ഞു നോക്കുമ്പോൾ 5, 6, 8, 10 ജോഡി. 2 പോലും നല്ലതില്ലാത്ത അനവധി ആളുകൾ ഈ ലോകത്തിലുണ്ട് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ ധാരാളം ആളുകൾ വിപ്രവാസികളായി ദേശാന്തരങ്ങൾ കടന്നു പോകുന്നുണ്ട്. ആ നാട്ടിൽ ഈ നാട്ടിലേക്ക് അഭയാർത്ഥികളായി പോകുന്നു. യുദ്ധം മൂലം, ദാരിദ്ര്യം മൂലം പലായനം ചെയ്യേണ്ടി വരുന്നത്. നമുക്ക് മലയാളികൾക്ക് ഒരിക്കലും യുദ്ധം ഏൽക്കേണ്ടി വന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ കേരളത്തിൽ ഒരു ബോംബ് വീണിട്ടില്ല. ഒരു പാകിസ്ഥാൻ്റെയോ ബംഗ്ലാദേശിലോ ശ്രീലങ്കയുടെയോ ബോംബ് വീണ് നമ്മുടെ വീട്ടിൽ ശരിക്കൊരു ദുരന്തങ്ങളും നമുക്കറിയാം. നമുക്ക് അഷ്ടി അറിയാവുന്ന ഉരുളുപൊട്ടലും രാഷ്ട്രീയ ബന്ധം കൊച്ചു കൊച്ചു കാര്യങ്ങളേ ഉള്ളൂ. ശരിക്ക് മരുഭൂമിയിലൊക്കെ വസിക്കുന്നവൻ്റെ ദുരിതങ്ങളോ, പലായനം ചെയ്യപ്പെടുന്നവൻ്റെ നൊമ്പരങ്ങളോ, പട്ടിണി കിടക്കുന്നവൻ്റെ ദീനരോധനമോ ഒന്നും നമ്മൾ മലയാളി അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ ഇല്ലായ്മകൾ പലപ്പോഴും പറയാൻ മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കുന്നത് 10 ഷർട്ടുള്ളവർക്ക് 11ാമത്തെ ഒന്നില്ല എന്നതിൻ്റെ വിഷമത്തെക്കുറിച്ച് പറയുന്നത് അല്ല. ചിലപ്പോൾ നല്ല വസ്ത്രമില്ലാത്ത എത്രയോ പേരുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും വിശുദ്ധാത്മാക്കളൊക്കെ പങ്കുവച്ച വചനങ്ങൾ ഓർക്കണം. നമ്മുടെ അലമാരികളിലൊക്കെ നമ്മൾ സൂക്ഷിക്കുന്ന പഴയ ഡ്രസ്സുകൾ പലതും ഈ നാട്ടിലെ പാവപ്പെട്ടവർ കിട്ടേണ്ടതാണ്. കൊടുക്കാം നമുക്ക്. വിദേശങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെ ഞാൻ ഓർക്കും, ഒരുപാട് ധാർമ്മികമായ അരാജകത്വവും ധാരാളം തിന്മകളും ചെയ്തു കൂട്ടുന്ന രാജ്യങ്ങളും ജനതകളുമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. പ്രത്യേകിച്ച് യുദ്ധമൊക്കെ. അമേരിക്ക പോലെ രാജ്യങ്ങൾ എവിടെയൊക്കെ പോയി യുദ്ധം ചെയ്യാത്തത്. പക്ഷെ എന്തോ അവർക്കൊക്കെ എന്നും ഒരു വളർച്ചയും ഉയർച്ചയും ഒക്കെ ഉണ്ടാകാൻ കാരണം എന്താ? അവരെന്തോരം പേരെ സഹായിക്കുന്നത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും 51 നക്ഷത്രമുള്ള അമേരിക്കൻ പതാക കുത്തിയ ഒരു പാൽപ്പൊടി ടിന്ന് കാണാം. എവിടെ ചെന്നാലും അമേരിക്കയുടെ സീൽ പതിപ്പിച്ച ഡ്രസ്സ് കാണാം.
അതായത് അവരിങ്ങനെ കളക്ട് ചെയ്ത് ദരിദ്ര രാജ്യങ്ങൾക്കെല്ലാം അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ഭൂരിപക്ഷം രാജ്യങ്ങളിലും പീഡനങ്ങൾ നടക്കുന്ന പല ദേശങ്ങളിലൊക്കെ ആ അമേരിക്കയുടെ വസ്ത്രങ്ങൾ എത്രയോ പേരാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പലപ്പോഴും ഈ അമേരിക്കക്കാരൻ്റെ എല്ലാ ധാർമ്മിക അധപ്പതനങ്ങളും ദൈവം ക്ഷമിക്കുന്നത് ഇവരിങ്ങനെ ചെയ്യുന്ന ഈ കാരുണ്യ പ്രവർത്തനം കൊണ്ടായിരിക്കാം. ഇവർ കാണിച്ചു കൂട്ടുന്ന എല്ലാ പോക്കിത്തരങ്ങളും, ലോക പോലീസിൻ്റെ എല്ലാ തെമ്മാടിത്തരങ്ങളും, എല്ലാ കൊലപാതകങ്ങളും യുദ്ധങ്ങളും ഒക്കെ ചിലപ്പോഴൊക്കെ ദൈവം അവരോട് ക്ഷമിക്കാൻ കാരണം തന്നെ ഇവർ ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് പാവങ്ങളെ സഹായിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പോലും 10-40 വർഷങ്ങൾക്ക് മുമ്പ് വരെ അമേരിക്കയിൽ നിന്ന് വിടുന്ന പാൽപ്പൊടി നമ്മുടെ സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾക്ക് പോലും ഭക്ഷണം കഴിക്കുന്നത് ആദിവാസി കോളനികളിൽ പോയിക്കൊണ്ടത്. ഇന്നും പല സ്ഥലങ്ങളിലും അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന പൊടിയും തുണിയും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, എണ്ണയും സോയാബീനും ഒക്കെ. അതായത് മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കണം എന്നൊക്കെ അവർ ഏറ്റവും നന്നായി പഠിപ്പിക്കുന്നു. ഇവിടെ യൂറോപ്പിൻ്റെ രാജ്യത്തൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ പള്ളിയിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഉപയോഗിക്കാത്ത കണ്ണാടകൾ തന്നേക്കാൻ, കണ്ണിന് കാഴ്ച കുറവുള്ള ആൾക്കാർ കൊടുക്കാനാണ്. ഞാൻ അങ്ങനെയൊക്കെ അവർ ചിന്തിക്കാൻ സാധിക്കുന്നുള്ളൂ. നമ്മളൊക്കെ കണ്ണാട പഴയതായി കഴിഞ്ഞാൽ കാലൊടിഞ്ഞാൽ കളയുക, ഇത് അതല്ലെങ്കിൽ തന്നേക്കാം, അതിൻ്റെ ഗ്ലാസോ ഫ്രെയിം എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർ എഴുതി വെച്ചേക്കുക, നിങ്ങൾക്ക് പറ്റാത്ത സ്വെറ്ററുകൾ ഷാളുകളൊക്കെ ഇങ്ങ് താ, നിങ്ങൾക്ക് ചേരാത്തൊക്കെ ഇങ്ങ് താ, അത് എവിടെയെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കും. ഇങ്ങനെ വലിയ പാക്കറ്റുകളിൽ, കപ്പലുകളിൽ, കണ്ടെയ്നറുകളിൽ അവർ അയച്ചു കൊടുക്കുകയാണ് ലോകത്തെ മുഴുവൻ. അത് വസ്ത്രമില്ലാത്തവർക്ക് പുതയ്ക്കാനും ഉടുക്കാനുമായി വസ്ത്രം കൊടുക്കുന്ന എന്ന വലിയ ദൗത്യത്തിൽ പങ്കുചേരാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ തീരെ പാവപ്പെട്ടവർക്ക് ഈ പഴയ തുണികൾ കൊടുക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല ഞാൻ ചിന്തിക്കുക. നമ്മുടെയൊക്കെ മനസ്സൊക്കെ തുറന്ന് ചിന്തിച്ചാൽ നമുക്കൊക്കെ എത്രയോ പേർക്ക് പുതിയ വസ്ത്രങ്ങൾ തന്നെ മേടിച്ചു കൊടുക്കാൻ സാധിക്കും. ഇപ്പം ഞാനിങ്ങനെ ചിന്തിക്കുക, നിങ്ങളുടെ മകളുടെ വിവാഹ സമ്മതം വരുന്നു, അല്ലെ നിങ്ങളുടെ മകളുടെ കല്യാണം വരുന്നു, വിവാഹത്തിടുന്ന ആ ഗൗണിന് ചിലപ്പോൾ 40,000 രൂപ 50,000 വിലയായിരിക്കാം. ഈ 50,000 രൂപ വിലയുണ്ടെങ്കിൽ 500 രൂപയുടെ 100 സാരി വാങ്ങിക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുകയും എങ്കിൽ നിന്റെ ഗ്രാമത്തിലെ, നിന്റെ വാർഡിലെ 100 സ്ത്രീകൾക്ക് പുത്തൻ സാരി കൊടുത്തുകൂടെ നിനക്ക്? പഴയത് കൊടുക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ ചിന്തിച്ചത്. അല്ലെങ്കിൽ നിന്റെ മകൾക്കോ 1,00,000 മന്ത്രകോടി മേടിച്ചു കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് ആ തുക കൊണ്ട് നിന്റെ ഗ്രാമത്തിലെ സ്കൂളിലെ മുഴുവൻ പിള്ളേർക്ക് യൂണിഫോം നിനക്ക് വാങ്ങിച്ചു കൊടുത്തുകൂടാ? പ്രിയപ്പെട്ടവരെ, നിന്റെ ഗ്രാമത്തിലെ സിസ്റ്റേഴ്സ് നടത്തുന്ന അനാഥ മന്ദിരത്തിലെ എല്ലാ വൃദ്ധജനങ്ങൾക്കും എന്തുകൊണ്ട് ഒരു ഷാൾ വാങ്ങിച്ചു കൊടുത്തുകൂടാ? പഴയത് കൊടുക്കുന്നതിൻ്റെ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കാനല്ല ഞാൻ പറയുന്നത്, കുറച്ച് പുതിയ തന്നെ നമുക്ക് എന്തുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തുവിടാം? നിനക്ക് ചിന്തിച്ചൂടെ, ഈ വർഷം ചിലപ്പോൾ നിന്റെ ഇടവകയിൽ ആദുർബാനിക്ക് ഒരുങ്ങുന്ന മുഴുവൻ കുട്ടികൾക്കും ഒരേ ഡ്രസ്സ്, എൻ്റെ മോൻ്റെയും മോളുടെ ഡ്രസ്സ് പോലെ ഞാൻ വാങ്ങിച്ചു തന്നേക്കാന്ന്. അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിൽ 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേർക്കും ഒരു ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചു കൊടുത്തേക്കാന്ന്. നമുക്ക് ചെയ്യാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ, പുത്തൻ വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ ഇതേപോലെ ഓർത്ത് നോക്കി, ഞാനെന്ന് പറയുന്ന അച്ഛനും എന്നെപ്പോലെ പൊതു സമൂഹം നിൽക്കുന്ന പല ആൾക്കാർക്ക് എന്തോരം സമ്മാനങ്ങൾ കിട്ടാറുണ്ട്. ഈ സമ്മാനം കിട്ടുന്ന തുണിയൊക്കെ നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന നിർബന്ധമൊന്നുമില്ല, എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുത്തുകൂടാ? പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പറയുമ്പോൾ കേരള സഭയിൽ പാവങ്ങളുടെ പക്ഷത്തു നിന്ന് ഒരുപാട് ചിന്തിച്ച, ഒരുപാട് സഹായിച്ച തൃശ്ശൂർ രൂപതയുടെ മെത്രാനായിരുന്ന കുണ്ടുകുളം പിതാവിനെ ഓർമ്മിക്കും. അദ്ദേഹം കടകളൊക്കെ വെഞ്ചരിക്കാൻ ചെല്ലുമ്പോൾ തുണിക്കടയാണെങ്കിൽ എനിക്ക് കുറച്ച് സാരി തരാമോ എന്ന് ചോദിക്കും. എന്തിനാ പിതാവേ സാരി? എടാ എനിക്കൊരു അപ്പായി, എനിക്കൊരു 100 സാരി ഇങ്ങോട്ട് താടോ എന്ന് പറയും. എന്തിനാണ് സാരി? അത് പിതാവിനെ കാണാൻ പോകുന്ന സ്ത്രീകൾക്കെല്ലാം കൊടുക്കും. കുറേ മുണ്ടുങ്ങ് മേടിച്ചെടുക്കും. ഇങ്ങനെ കെട്ടുന്ന സമ്മാനങ്ങളൊക്കെ അനാഥ മന്ദിരങ്ങൾക്കല്ല, എല്ലാവർക്കും കൊടുത്ത് പാവങ്ങൾക്ക് വസ്ത്രം കൊടുത്ത ആ കുണ്ടുകുളം പിതാവിനെ അനുസ്മരിക്കാതിരിക്കുകയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കണം, നമ്മൾ മറ്റുള്ളവർക്ക് ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുക്കണം. ഞാനിങ്ങനെ പലപ്പോഴും ഓർക്കും, നമ്മളൊരു ഷർട്ട് വാങ്ങിച്ചു കൊടുത്ത് ആ ഷർട്ടിട്ട് അവൻ നടക്കുമ്പോൾ ദൂരെ മാറിയെന്ന് നമ്മൾ നിൽക്കുമ്പോൾ അവൻ ആ നടക്കുന്ന കാണുമ്പോൾ തൃപ്തിയല്ലേ? അതൊരു സുഖമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഒരു കൊച്ചിന് ഉടുപ്പ് മേടിച്ചു കൊടുക്കുമ്പോഴും ഒരു അപ്പാപ്പിന് ഉടുപ്പ് മേടിച്ചു കൊടുക്കുമ്പോഴും നമുക്ക് സാരി വാങ്ങിച്ചു കൊടുക്കുമ്പോഴൊക്കെ വരും അവരത് ഉടുത്ത് കാണുമ്പോൾ നമുക്ക് തൃപ്തിയാണ്. ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങളൊന്നും ഒരുപാട് പേർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക. ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സംരക്ഷണവും സ്നേഹത്തിൻ്റെ ഭാഗമല്ലേ അത്. അതുകൊണ്ട് ഈ വർഷം നിങ്ങൾ പഴയ തുണികൾ കൊടുക്കുക എന്നതിനേക്കാൾ കൂടുതൽ പുതിയതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ ആവശ്യപ്പെടുക. ഇപ്പോൾ ഇതാ ഈസ്റ്റർ കഴിഞ്ഞു, ഇനി ഓണം വരും, ക്രിസ്മസ് വരും, നിങ്ങളുടെ ബർത്ത്ഡേ വരും, വിവാഹ വാർഷികം വരും. നിങ്ങൾക്ക് ബോധപൂർവം തന്നെ കുറേ പേർക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുമ്പോഴൊക്കെ എത്രയോ സന്തോഷമാണ് ബന്ധത്തിലുണ്ടാകുന്നത്. ആ ബന്ധങ്ങളൊക്കെ പ്രധാനപ്പെട്ട കണക്കൊക്കെ ഞാൻ ഓർക്കും, അച്ഛനായ 30 വർഷമായി ഞാൻ ജീവിക്കുന്ന വർഷം ഇതുവരെ ഞാനിടുന്ന ഈ ഉടുപ്പിൻ്റെ ലോഹയുടെ ഈ തുണി ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല.
ഇതൊക്കെ എനിക്ക് ആരൊക്കെയോ തന്നിട്ടുള്ളതാണ്. സ്നേഹിച്ചവരും ഇടവക്കാരുമായ ആൾക്കാർ അവർ തരുമ്പോഴൊക്കെ എനിക്കും അവർക്കവരോട് ഇത്രയും സ്നേഹമുണ്ടല്ലോ. ആ സ്നേഹവും ആ ബന്ധവുമാണ് കൂടുതൽ സജീവമായി ശുശ്രൂഷ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് തന്നെ. എങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന വസ്ത്രവും നിങ്ങൾ കൊടുക്കുന്ന മാനസിക ബലവും നിങ്ങൾ കൊടുക്കുന്ന ആത്മീയ ബലവും ഒക്കെ ഒരുപാട് പേർക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തിയാണ്. അതുകൊണ്ട് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ജീവിതത്തിന് മുന്നോട്ട് നടക്കാനുള്ള ബലം കൊടുക്കുക, തളർന്നിരിക്കുന്നവന് ഓടിപ്പോകാനുള്ള ഉണർവ് കൊടുക്കുക എന്നർത്ഥം. ഇതിന് ദൈവത്തിൻ്റെ വലിയ ഒരു സ്പർശനം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഒരു സ്പർശനം നിൻ്റെ ഉള്ളിൽ അഗ്നിയായി വീണ് കഴിയുമ്പോൾ നിനക്കത് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കൃപാനിധിയായ ദൈവമേ, ഈ ലോകത്തിന് മുഴുവൻ ഉണർവിൻ്റോടെ മുന്നോട്ട് പോകാനുള്ള ആത്മീയ വസ്ത്രങ്ങൾ നൽകാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. മനസ്സിന് ബലവും ഉണർവും കൊടുക്കാൻ ഞങ്ങൾ ശക്തി നൽകണമേ. എത്രയോ പേരെ സഹായിക്കുവാൻ, അവരുടെ ജീവിത വഴിയിൽ അവരെ സഹായിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും. നല്ല ദൈവമേ, അതിനുവേണ്ടിയുള്ള ആത്മീയ സ്പർശനം എൻ്റെ ജീവിതത്തിൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കണ്ണൂർ ജില്ലയിൽ പരിയാരം മെഡിക്കൽ കോളേജിന്റെ സമീപത്തുള്ള മദർ ഹോമിലേക്ക് പ്രാർത്ഥനാ നിർഭരമായ സ്വാഗതം. എല്ലാ രണ്ടാം ശനിയാഴ്ചയും ഏകദിന ധ്യാനവും രോഗശാന്തി ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്.